ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിനീഷ് വ്ളോഗ്സ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഒരു ബോട്ട് നെക്കിൻ്റെ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അത് നമുക്കിന്ന് തയ്ക്കാം. അതിൻ്റെ ബോട്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും ബോട്ട് നെക്ക് തയ്ക്കാനായിട്ട് ക്യാൻവാസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ഏത് രീതിയിൽ കട്ട് ചെയ്താൽ ബോട്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുമെന്നും ഒക്കെ നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. ബോട്ട് നെക്ക് തയ്ക്കാനായിട്ട് നമ്മളിവിടെ അന്ന് മാർക്ക് ചെയ്ത് വെച്ചത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചാണ് നമ്മൾ അന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആ 5 ഇഞ്ച് നമുക്കിപ്പം വെട്ടിയെടുക്കണം. 5 ഇഞ്ച് വീതിയിൽ നമുക്കിപ്പം ക്യാൻവാസ് വെട്ടിയെടുക്കണം. നമുക്ക് ആദ്യം ഇപ്പോൾ ക്യാൻവാസ് എടുത്ത് 5 ഇഞ്ച് വീതിയിൽ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണമോ അതിനനുസരിച്ച് വെട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പം 5 ഇഞ്ച് വീതിയിലുള്ള കഴുത്ത് എനിക്ക് വേണ്ടുന്നത് 3.5 ഇഞ്ച് നെക്കാണ്. 3.25 ഇഞ്ച് നെക്കാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ 5 ഇഞ്ച് എടുക്കണം. 5 ഇഞ്ച് എടുത്തിട്ട് ഇത് വരയ്ക്കുക. കറക്റ്റ് ബോട്ട് നെക്ക് ഷേപ്പ് കിട്ടണമെങ്കിൽ എങ്ങനെ വെട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. 1 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് 1 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ 1 ഇഞ്ചിലോട്ട് ഇങ്ങനെ വന്നാലാണ് കറക്റ്റ് നമുക്ക് ബോട്ട് ഷേപ്പ് കിട്ടുക. ഇല്ലെങ്കിൽ നമുക്കിത് ഒരു വി പോലാകും. അങ്ങനെ ഒരുമാതിരി നല്ല ഷേപ്പ് കിട്ടത്തില്ല. ഇങ്ങനെ വെട്ടിയാലാണ് ഈ 1 ഇഞ്ച് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ വെട്ടിയെടുക്കണം. ഇപ്പം ഞാനൊരു പൈപ്പിംഗ് ഒക്കെ കറക്റ്റ് നെക്കിൽ കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഞാൻ കറക്റ്റായിട്ട് നമുക്ക് പീസ് ഇരുന്നാലാണ് ഫ്രണ്ടിലോട്ട് ഇന്നൗട്ട് ചെയ്താണ് തയ്ക്കുന്നത്. അപ്പം തിരിക്കുമല്ല, അകത്ത് വെച്ചിട്ട് വെളിയിലോട്ട് തിരിച്ചാണ് നമ്മളിപ്പോൾ ഈ നെക്ക് തയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരേ അകലത്തിൽ വേണം നമുക്ക് ക്യാൻവാസ് മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ 3/4 ഇഞ്ചിൽ ക്യാൻവാസ് മാർക്ക് ചെയ്തെടുക്കുവാണേ. എല്ലായിടത്തും നമ്മൾ 3/4 മാർക്ക് കൊടുക്കണം. എല്ലായിടത്തും നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതെല്ലാം എല്ലാം കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കും. ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമുക്ക് അകവും കട്ട് ചെയ്യാമേ. നെക്ക് ഇവിടെ വരുമ്പം ഇങ്ങനെ കട്ട് ചെയ്യണം. ബ്രിഡ്ജ് കട്ടിങ് എന്നതിന് പേര്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറയുവാണ്. ഈ വലിയ നെക്കൊക്കെ വീതിയുള്ള നെക്കൊക്കെ വെട്ടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് വിരിഞ്ഞു പോകും. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പിന് മാറത്തില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളുവേ. ബാക്കിൽ നമുക്ക് വെറും ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാം. ഇത് മതി. ഇപ്പം നമുക്ക് ആദ്യം ലൈനിങ് ഇവിടെ മടക്കി തയ്ക്കാമേ. ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് ഞാൻ ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നോച്ച് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് പീസാണെന്ന് മനസ്സിലാക്കാനാണ് അവിടെ കട്ട് ചെയ്ത് നോച്ചിട്ടേക്കുന്നത്. അത് നമ്മൾ തയ്ക്കാൻ എടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ ഈ താഴ്ഭാഗം ഇതങ്ങ് തയ്ച്ചിട്ട് വേണം തയ്ക്കാൻ തുടങ്ങാൻ. ഇങ്ങനെ മറ്റേത് ഞാൻ മടക്കി തയ്ക്കുവാന്നേ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കി വെച്ച് അങ്ങ് തയ്ച്ച് തുടങ്ങാം.
ഞാൻ ഈ നല്ല പീസിൽ തന്നെയാണ് നെക്ക് തയ്ക്കാൻ പോകുന്നത്. നെക്കിന് തയ്ക്കാനായിട്ട് ഇതേ വെച്ച് തന്നെ അങ്ങ് അടിച്ചെടുക്കുവാണ്. ഈ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് മടക്കി തയ്ച്ചേക്കാം. ഈ റോ സൈഡിൽ അകത്ത് ലൈനിങ്ങിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇത് തയ്ക്കാൻ പോകുന്നത്. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നോക്കാം. നമുക്ക് സെൻറ്ററിൽ കട്ട് കൊടുത്തേക്കാം. ഇതിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാമേ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ നമുക്ക് സെൻറ്റർ അറിയാനായിട്ട് ഇവിടെ ഫോൾഡ് ഉണ്ട്. ആ ഫോൾഡിലോട്ട് കൊണ്ടുവരണം. ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് ഇങ്ങോട്ട് തയ്ക്കാം. ഇപ്പം ഇങ്ങോട്ട് തയ്ച്ചു. പിന്നെ ഇവിടെ ഒന്ന് തയ്ക്കാം. ഇവിടുന്ന് അപ്പോൾ നമ്മുടെ നെക്ക് നമ്മളിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഒരു 1/4 ഇഞ്ച് തുണി ഇട്ടിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ വലിയ തയ്യലിട്ടിട്ട് ഇവിടെ ഒരു തയ്യൽ കൊടുക്കുവാണേ. വലിയ തയ്യലിട്ടിട്ട് വലിയ കണ്ണിയിട്ട് ഒരു തയ്യൽ. ഇത് എനിക്ക് അഴിച്ചു വിടാനുള്ളതാണ്. ഈ എക്സ്ട്രാ ഉള്ള തയ്യലൊക്കെ ഞാൻ അഴിച്ചു വിടും. കാരണം ഇത് മേളി വരുന്ന പീസായതുകൊണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഞാനൊരു പൈപ്പിംഗ് കൊടുക്കും. പൈപ്പിംഗ് കൊടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ തയ്ച്ചത്. അപ്പോൾ പൈപ്പിംഗ് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ പ്രഷർ ഫുട്ട് ഒന്ന് ഊരിയിട്ട് വേറെ സിംഗിൾ പ്രഷർ ഫുട്ട് ഇടുവാണേ. നമുക്കിപ്പോൾ പൈപ്പിംഗ് ഇത് പൈപ്പിംഗ് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് പതിയെ ശ്രദ്ധിച്ച് തയ്ക്കണം. ഇല്ലെങ്കിൽ പൈപ്പിംഗ് നീറ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ 1-2 പ്രാവശ്യം തയ്ച്ച് നോക്കിയാൽ മതി. തയ്ച്ച് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തയ്ക്കാൻ പറ്റും. ഇതിലൊരു എക്സ്ട്രാ സ്റ്റിച്ച് 2 സ്റ്റിച്ചുണ്ട്. അതൊക്കെ നമ്മൾ ലാസ്റ്റിൽ അഴിച്ചു വിടുമേ. ഈ മേളിലുള്ള തയ്യലും ഇതിൻ്റെ പുറത്ത് ആദ്യം തയ്ച്ച തയ്യൽ നമ്മൾ ഇപ്പം ഇനി ഇതങ്ങ് ഫൈനലായി കഴിഞ്ഞിട്ട് അങ്ങ് അഴിച്ചു വിടും. എങ്ങനെയുണ്ട് പൈപ്പിംഗ്? ഒന്നുമില്ല, അത് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ. ഇടയ്ക്ക് നെക്ക് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇഞ്ച് താഴെയായിട്ട് ഒരു ചെറിയ പൈപ്പിംഗ് കൊടുക്കുന്നത്.
മനസ്സിലായോ ഇപ്പം ഇങ്ങനെ പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന്? ഇനി നമുക്ക് കൈക്ക് ഒരു പൈപ്പിംഗ് കൊടുക്കണേ. അതിന് മുമ്പ് നമുക്ക് ബാക്ക് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്ക് നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ബാക്കിന് ഞാൻ 1 ഇഞ്ച് ഇറക്കമേ കഴുത്ത് പുറകിലെടുക്കുന്നുള്ളൂ. ബാക്കിന് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാമേ. ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതും അതേപോലെ കുറച്ച് ഫ്രണ്ടോട്ട് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ കറക്റ്റാണോ എന്ന് നോക്കണേ. മുകളിലും താഴെയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ്. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു തയ്യലങ്ങ് കൊടുക്കുക. ഇപ്പം നമുക്കിതിനൊരു ക്രോസ് പീസ് വെച്ച് തയ്ക്കാം.
നമുക്ക് ഇവിടോട്ട് ഈ ക്രോസ് പീസ് വെച്ചങ്ങ് തയ്ക്കാമേ. ഇതിനെല്ലാം ഓരോ കട്ടം കൊടുത്തേക്കാം. കട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് ജോയിൻ ചെയ്യാമേ. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഈ പീസിനെ എടുത്ത് ഇതിനെടുത്ത് ഇങ്ങനെ മടക്കി അങ്ങ് തയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ഈ ക്യാൻവാസ് പീസ് ഇങ്ങനെ മടക്കി വെച്ച് നമുക്കിപ്പോൾ അങ്ങ് തയ്ക്കാം. ആദ്യമേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നീറ്റായിട്ട് വരും, പേടിക്കാനൊന്നുമില്ല. ക്രോസ് പീസും അല്ലേ. ഞാൻ സാധാരണ ഇങ്ങനെ തയ്ക്കാറില്ല, എല്ലാം ക്യാൻവാസ് വെച്ചാണ് തയ്ക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്ന ഇഷ്ടം കാണാനും. ഇങ്ങനത്തെ എക്സ്ട്രാ തയ്യലൊക്കെ വെളിയിൽ വരത്തില്ലല്ലോ. കൈ ഇതുപോലെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. പിന്നെ ലൈനിങ്ങിന് തുണി തികയത്തില്ല, ഒരു ശകലം ഈ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇച്ചിരി തുണി നമുക്ക് ജോയിൻറ്റ് കൊടുക്കാമേ. ഇനി നമുക്കിത് കയ്യിൽ ജോയിൻ ചെയ്യാം. ഇന്ന് എൻ്റെ മോന് ലീവിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ദിവസമായിരുന്നു. പോയ കാരണം എനിക്ക് ഒന്നും വർത്തമാനം പറയാനേ പറ്റുന്നില്ല, മനസ്സ് ഭയങ്കര ഡള്ളാണ്. അതാണ് ഞാനിങ്ങനെ വലിയ ഉഷാറില്ലാതെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്. എന്തോ ഒന്നും സംസാരിക്കാൻ അങ്ങോട്ട് സംസാരം വരുന്നില്ല എനിക്ക്, അതാണ് എൻ്റെ പ്രശ്നം. ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങ് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ചൊക്കെ അങ്ങ് മറന്നു പോകും. എന്തോ പെട്ടെന്ന് അങ്ങ് തന്നെയായ പോലെ ഒരു ഫീലിംഗ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? അവരവരുടെ മക്കൾ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ? മനസ്സ് അതാ, അത് വേറെ ഒന്നുമില്ല. കൈക്ക് ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ലൈനിങ് തുണി, നല്ല തുണി ഒരു 2 ഇഞ്ചുള്ള 2 പീസ് വെട്ടിയെടുക്കുവാണേ. നല്ല തുണിക്ക് തീരെ കട്ടിയില്ലാത്തതുകൊണ്ടാണ് ലൈനിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, അത് തന്നെ വെക്കാം. പക്ഷെ ഇത് തീരെ കനമില്ലാത്ത തുണി, അതുകൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മടങ്ങി കിട്ടത്തില്ല. അത് കാരണമാണ് നമ്മളിപ്പം ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യുന്നത്.
ആദ്യം ഇപ്പോൾ ഇതേ വെച്ച് തയ്ക്കാമേ. ഡിസൈനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്താ പാടാന്നറിയാമോ? നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന പൈസയും തരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൈപ്പിംഗ് വെച്ച് അടിച്ചങ്ങ് തിരിച്ചേക്കാം. നമുക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കി തേച്ചേക്കാമേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മോശം വശത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് തയ്ക്കുക. കൈക്കുലയിൽ കൊടുക്കണേ. പിന്നെ തിരിച്ച് ഇങ്ങോട്ട്. വേണ്ട കൈ ഈ കയ്യിലും അതേപോലെ ഒന്ന് തയ്ക്കാമേ. നമ്മൾ രണ്ട് കൈക്കും പൈപ്പിംഗ് കൊടുത്ത് നോക്കി കണ്ട എന്ത് രസമായിട്ടുണ്ടെന്ന്. ഇപ്പം നമുക്ക് ഈ ഡ്രസ്സിൽ ജോയിൻ ചെയ്യാമേ. കൈ രണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യാനായിട്ട്
കൈക്ക് എത്ര ഇത് വേണമെന്ന് നോക്കാം. കൈ 5.5 ഇഞ്ചാണ് വേണ്ടുന്നത്. 5.5 ഇഞ്ച് എടുത്തിട്ട് നമുക്കങ്ങോട്ട് മാർക്ക് ചെയ്തുകൊണ്ട് അങ്ങ് തയ്ക്കാൻ തുടങ്ങാം. ഇവിടെ വരുമ്പോൾ ഇവിടെ രണ്ടും കൂടെ ഒരുപോലെ എടുത്ത് വെക്കണേ. നമുക്ക് ഈ സൈഡിലിപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ കൂടെ അങ്ങ് അടിച്ച് വന്നാൽ മതി. ഇത് നിർത്തിയിട്ട് ഈ തയ്യലിൻ്റെ പുറത്തൂടെ തന്നെയാണ് ഞാൻ തയ്ക്കാറ്. ഞാൻ 2-3 തയ്യലൊന്നും ഇടത്തില്ല ചുരിദാറിന്. ഇത്ര വലിയ ഡ്രസ്സാകുമ്പോൾ നമ്മൾ 2-3 തയ്യലിട്ടാൽ ഈ സൈഡെല്ലാം ചുരുക്കടിച്ച് വൃത്തികേടായിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സ്ലിറ്റ് അടിക്കാമേ. സ്ലിറ്റ് അടിക്കാൻ നമ്മൾ 1 ഇഞ്ച് തുണി ഇട്ടേക്കുന്നത്. ആ 1 ഇഞ്ച് തുണി മടക്കി എടുത്താൽ മതി. ഞാൻ ചുരിദാർ തയ്ച്ചത് നേരത്തെ ഇഷ്ടംപോലെ വീഡിയോസ് 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ നന്നായിട്ട് തയ്ച്ചത്. ഇപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് നമ്മുടെ എങ്ങനെ തയ്ക്കുന്നതെന്നും അതിൽ അങ്ങനെ പൈപ്പിംഗ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നും അറിയാൻ വയ്യാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് തയ്ച്ചത്.